നമ്മുടെ മുഖ്യമന്ത്രി വയോജനങ്ങളെ വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? നല്ല കാര്യം തന്നെ. രാജയ്യൻ എന്ന ഈ 80 വയസ്സുകാരനോട് മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖത്തെക്കുറിച്ച് ഒരാളും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിഞ്ഞിട്ടുമില്ല. രാജയ്യന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്. അതെല്ലാം അദ്ദേഹം ഞങ്ങളിലൂടെ പറയുക തന്നെ ചെയ്യും. കേൾക്കാൻ മനസ്സുള്ളവർ കേട്ടോളൂ. ഈ മുഖ്യമന്ത്രി ഒരു വൃദ്ധജനങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ഒരു സംവാദമൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ അറിയുന്നുണ്ട്. എവിടുന്നെങ്കിലും ആരെങ്കിലും വിളിക്കുക? ഇല്ല, ആരും പറഞ്ഞില്ല. അറിഞ്ഞും കൂടാ. പറയാനുണ്ടോ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും? പിന്നെ പല കാര്യവും പറയാനുണ്ട്. എന്താണ് പ്രധാനമായും പറയാനുള്ളത്? പെൻഷൻ കിട്ടാനില്ല, വീടില്ല, ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അധ്വാനിച്ച് ജീവിച്ച ക്ഷീരകർഷകനാണ് രാജയ്യൻ. ഒരു ഘട്ടത്തിൽ അനാരോഗ്യത്താൽ ജീവിതം വഴിമുട്ടിയപ്പോൾ ഏക വരുമാനമായത് ക്ഷേമ പെൻഷൻ. ഞാൻ കൂലിവേലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന് 7-8 പശുവും കെട്ടിക്കൊണ്ടിരുന്നു. ചറുക്കി വീണ് ഈ തലയടിച്ച് ഒരു പണിക്ക് സാധിക്കില്ല. എനിക്കിപ്പോൾ ഒരു വരുമാനവും ഇല്ല. ഈ പെൻഷൻ മാത്രമേ വരുമാനമുള്ളൂ. ക്ഷേമനിധി പെൻഷൻ പിന്നെ 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്നു. മറ്റേ കർഷക പെൻഷൻ 600 രൂപ കിട്ടിക്കൊണ്ടിരുന്നു. അതിപ്പോഴത്തെ മുഖ്യമന്ത്രി കയറിയപ്പോഴത്തേക്ക് ആ 600 രൂപ വെട്ടി കുറച്ചിട്ട് പിന്നെ ഞാൻ 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതും കിട്ടാനില്ല. 80 വയസ്സുള്ള ഒരു വൃദ്ധൻ ഒറ്റയ്ക്ക് കഴിയുന്ന കിടപ്പാടമാണിത്. ഇതിനകത്ത് മുറികളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അകത്ത് കടക്കുമ്പോൾ തന്നെ അറിയാം. ഉള്ള സ്ഥലത്ത് ഒരു കട്ടിലിട്ട് അദ്ദേഹം വിശ്രമിക്കുന്നതെല്ലാം ഇവിടെയാണ്. എന്തെങ്കിലും വച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ആഹാരം പാകം ചെയ്യുന്നത് ഇവിടെയാണ്. ഈ വീട്ടിൽ എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കല്ല. ആഹാരം ഒരു നേരം മോൻ കൊണ്ടുവരും. വെള്ളവും കിട്ടണേനെ ഇതുപുറം ഉച്ചയ്ക്ക് ഇട്ട് കാറ്റും. എല്ലാം ശരിയാക്കുമെന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെയും മനുഷ്യജീവിതങ്ങളുണ്ട്. കാലിത്തൊഴുത്തിന് ഇതിലും സുരക്ഷിതത്വം. ഇടിഞ്ഞ മൺചുമര്, ചാക്ക് കെട്ടിയ മറ, അടുപ്പെരിയാനുള്ള വിറക് കൂമ്പാരത്തിനിടയിൽ കിടപ്പാടം. അതും പഞ്ചായത്തിന്റെ കനിവിൽ കിട്ടിയ കട്ടിലിലാണ് അന്തിയുറക്കം. ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. 2-3 തവണ കൊടുത്തു. അവർ വന്ന് നോക്കുകയും ചെയ്തു. തരാന്ന് പറയണ അല്ലാതെ പിന്നെ ആരും പിന്നെ തിരിഞ്ഞു നോക്കില്ല. വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാൻ കിടക്കണം. ഒരു താർപ്പാളം പോലും മാഞ്ചി കെട്ടാനുള്ള നിവർത്തിയില്ല. പേയാട് കൊല്ലംകോണത്തെ തകർന്നു വീഴാറായ ഈ കിടപ്പാടത്തിൽ കഴിയുന്ന 80കാരനെ മുഖാമുഖത്തിലേക്ക് ക്ഷണിക്കാൻ ഒരു സർക്കാർ പ്രതിനിധിയും ഇങ്ങോട്ട് വന്നിട്ടില്ല. വിളിച്ചു വരുത്തിയവരെ കേൾക്കാനായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ഒരപേക്ഷയുണ്ട്. ജീവിക്കാൻ 1 രൂപ പോലും എടുക്കാനില്ലാത്തവരുടെ പ്രതിനിധിയാണ് രാജയ്യൻ. ഓർമ്മയുണ്ടാകണം ഇവരുടെ മുഖം. ക്യാമറമാൻ അരുൺ മുരളീധരനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.